ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തമിഴ്നാട് സ്റ്റൈലിൽ കരിപ്പെട്ടി പാൽ കൊഴുക്കട്ടയാണ് കേട്ടോ. സംഭവം ഉണ്ടാക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ്, ഭയങ്കര ടേസ്റ്റ് ആട്ടോ. അതിലൊരു ലൈക്ക് പായസം കുടിക്കുന്ന പോലൊക്കെയാണ്. എനിക്ക് പറഞ്ഞ പായസം പോലൊന്നുമല്ല, ഒരു വേറൊരു ടേസ്റ്റാണ്. മിണ്ടാതിരിക്കും ഫോണേ. ഓക്കെ, പക്ഷെ ഇത്രയും നാൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് അറിയാമോ, കരിപ്പോട്ടി എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ കരിപ്പെട്ടി എന്നാണോ കരിപ്പോട്ടി എന്നാണോ പറയുന്നത് എനിക്കിപ്പോഴും ഒരു വ്യക്തതയില്ല. നിങ്ങൾ എങ്ങനെയാ പറയുന്നതെന്ന് വെച്ചാൽ അതൊന്ന് കമന്റ് ചെയ്തേക്കണം കേട്ടോ. അപ്പൊ നമുക്ക് വേഗം ഉണ്ടാക്കിയല്ലോ. നമ്മൾ ആദ്യം ഈ കരിപ്പെട്ടി ഒന്ന് കുറച്ച് വെള്ളത്തിൽ ഉരുക്കി എടുത്തിട്ട് അരിച്ചെടുക്കണം കേട്ടോ. അത് ഞാൻ ഉരുളിയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് തിള വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഇടിയപ്പത്തിൻ്റെ പൊടിയില്ലേ, അത് ചൂടുവെള്ളത്തിൽ കുഴയ്ക്കുക ഉപ്പിട്ട്. എന്നിട്ട് കുഞ്ഞു കുഞ്ഞു ഉണ്ടയായിട്ട് ഇങ്ങനെ ഉരുട്ടിയിട്ട് ആ തിളച്ച പാനിയിലോട്ട്, അതായത് കരിപ്പെട്ടിയുടെ പാനിയിലോട്ട് ഇടുക. കുറച്ച് സമയം നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അപ്പോഴത്തേക്ക് ആ സാധനമൊക്കെ വെന്ത് ഇങ്ങനെ പൊങ്ങി വരും. അപ്പോൾ അതിനകത്തോട്ട് ഒരു കുഞ്ഞു സ്പൂൺ അരിപ്പൊടി ഇങ്ങനെ വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിക്കുക. ഇതൊന്ന് കുറുകി വരാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും അത് നന്നായിട്ടൊന്ന് കുറുകി വരും. അപ്പോൾ നല്ല തേങ്ങയുടെ ഒന്നാം പാൽ, നല്ല കട്ടിപ്പാൽ. എനിക്ക് കൈക്ക് സുഖമില്ലല്ലോ പിരിയാനൊക്കെ, അതുകൊണ്ട് ഞാൻ തേങ്ങാപ്പാൽ പൊടിയാണ് ചേർത്ത് കേട്ടോ. അതാണ് ഒരു പിരിപിരാന്ന് കിടക്കുന്നത്. എന്നിട്ട് അതിനകത്തോട്ട് കുറച്ച് ഏലക്കാപ്പൊടി, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. എന്നിട്ട് നല്ല ചൂടോടുകൂടി, ചൂടോടുകൂടി കഴിച്ചാൽ നാക്ക് വെള്ളം, ചെറിയ ചൂടോടുകൂടി കഴിക്കണം കേട്ടോ. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ആ തേങ്ങാപ്പാലിൻ്റെ ഫ്ലേവറും ഒരു നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് പറയണേ.